കർത്തൃസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. പ്രിയ ഷാരനെയും പ്രിയ അമൃതയെയും ഞങ്ങൾ ദൈവത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ കർത്താവ് ഒരു കുടുംബമാക്കി തീർത്തല്ലോ. ഒരു കുടുംബജീവിതത്തെ ദൈവം എത്രത്തോളം ധന്യകരമാക്കി അനുഗ്രഹിച്ചതോർത്ത് കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അറ്റുപോകാത്ത മുപ്പരിച്ചരടായിരിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇതുവരെ അവരോട് കൂടെ ഇരുന്ന് അവർക്ക് വേണ്ട ആലോചന പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് കർത്താവിനെ നടത്തി അതോർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവർക്ക് അവകാശമായി പ്രതിഫലമായി കൊടുത്തിരിക്കുന്ന വാത്സല്യ കുഞ്ഞിനെയായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്ക് ശേഷമായിട്ട് ഞങ്ങൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടി സഭയായി ആ കുഞ്ഞിനെ അനുഗ്രഹിച്ച് കർത്താവെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ ത്രിയേക സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഇന്ന് പകൽക്കാലം ആശ്രയിക്കുന്ന കർത്താവെ, അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് അവിടുത്തെ സ്നേഹം ഞങ്ങളെ പൊതിയണമേ, അവിടുത്തെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കണമേ. ഞങ്ങൾ ചെയ്യുന്നതായ ശുശ്രൂഷകളെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ വചനധ്യാനവും ഞങ്ങളുടെ പാട്ടുകളുമെല്ലാം ആ പൈതലിൻ്റെ ജീവിതത്തിലും ആ തലമുറയ്ക്കും ആ കുടുംബത്തിനും ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ഇന്ന് പോൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമേ. ഇനി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും എത്രയും വേഗം അവിടുന്ന് കൊണ്ടുവരുമാറാകണം. ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. തുടർന്ന് ചില പാട്ടുകൾ പാടി നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് പോകുകയാണ്. Dear Aaron will come forward and he will lead us in worship. Praise the Lord, church. It's an amazing day today. Hallelujah. It's a special day for me, special day for all of us. Hallelujah. And God's so great. He's so amazing. He's so good. He's been so good to all of us. It's always evident in His creations and everything He does. Hallelujah. So before we sing these songs, let's take a moment to look back and think about how good He's been to us. Hallelujah. Amen. And thank Him for that moment. Let's worship Him and let's sing these songs. Hallelujah. Your mercy never fails me, and all my days I've been held in your hands. The moment that I wake up until I lay my head, oh, I will sing of the goodness of God. And all my life you have been faithful, and all my life you have been so good. With every breath that I am able, oh, I will sing of the goodness of God. You have led me through the fire and darkest night. You are close like no other. I've known you as a father, I've known you as a friend. Oh, I have lived in the goodness of God. Lift your voices, come on, church. And all my life you have been faithful. And all my life you have been so good. With every breath that I am able, oh, I will sing of the goodness of God.
more time. Hallelujah. And all my life you have been faithful. Amen. Hallelujah. And all my life you have been so good. With every breath that I am able, oh, I will sing of the goodness of God. Man, He's so good, so good. Let's proclaim that. Hallelujah. It's a song that we all know. It's a song that we can sing because He deserves our praise and our worship today because He's been so good to us. Hallelujah. Let's lift our voices. Come on, church. Hallelujah. Your goodness is running after me. Your goodness is running after me. Oh, your goodness is running after me. Your goodness is running after me. Let's sing that again. Hallelujah. Your goodness is running after me. Your goodness is running after me. With my life laid down, I surrender now. I give you everything. Your goodness is running after me. And all my life you have been faithful. And all my life you have been so good. With every breath that I am able, oh, I will sing of the goodness of God. And all my life you have been faithful. And all my life you have been so good. With every breath that I am able, oh, I will sing of the goodness of God. Let's sing that one more time. Hallelujah. And all my life you have been faithful. And all my life you have been so good. With every breath that I am able, oh, I will sing of the goodness of God. Oh, I will sing of the goodness of God. Yes, Lord, you're so good. And we thank you for that. We thank you and we worship you for that. Hallelujah. Amen. Let's just continue to praise Him. Hallelujah. സ്തുതി പാടിടും എൻ്റെ യേശുനാഥൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും എന്തു നന്ദി ചൊല്ലുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോ. യാചിക്കാത്ത
കേകിയോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഓ സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്കിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്കിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും കൃപ വരങ്ങൾ ചൊരിയും. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുക. ഓ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. ഓ എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. Praise the Lord. As we are praying and sitting in the presence of the Lord with a prayerful attitude, I'd like to invite Sharon to come forward and take 2 minutes for the testimony. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലേക്ക്. Hallelujah. I praise and thank God for giving me a wonderful opportunity to stand in this midst. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളും ഹല്ലേലൂയ ഈ നിമിഷത്തിൽ ഹല്ലേലൂയ ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും ഹല്ലേലൂയ ഞങ്ങൾ ചിന്തിച്ചതിനുപരിയായി ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കണക്കുകൂട്ടുകൾക്കൊന്നും ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ അത് എന്നും ഹല്ലേലൂയ നിറവേറുവാൻ കർത്താവ് അത് അനുവദിക്കുകയുള്ളൂ. ഹല്ലേലൂയ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് ഹല്ലേലൂയ നല്ലതെന്ന് നമ്മൾ തോന്നുമായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ നമുക്ക് എന്താണ് നല്ലതെന്ന് ഹല്ലേലൂയ ദൈവത്തിന് വളരെ നല്ല പോലെ അറിയാം. ആമേൻ. പ്രൈസ് ജീസസ്. ഇന്ന് പകൽക്കാലം കുടുംബമായി ഹല്ലേലൂയ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഹല്ലേലൂയ പ്രിയ മമ്മിയോടൊപ്പം ഹല്ലേലൂയ ഇവിടെ ആരാധനയിൽ കണ്ടുകൂടുവാനും അതുപോലെ ഹല്ലേലൂയ പ്രിയ തിമോത്തിയുടെ ഡെഡിക്കേഷന് വേണ്ടി ഹല്ലേലൂയ നിങ്ങൾക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ലവനായിരുന്നു. ഹല്ലേലൂയ പ്രിയ തിമോത്തി ഹല്ലേലൂയ അമ്മയുടെ വയറ്റിൽ വീഴുവായിരുന്ന സമയത്ത് ഞങ്ങളുടെ മുമ്പിൽ പല ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ ഞങ്ങൾക്ക് PR ആയിട്ടില്ല. ഹല്ലേലൂയ ഇവിടെ നമുക്ക് എക്സ്പെൻസസ് ഒന്നും നമുക്ക് മെഡിക്കൽ എക്സ്പെൻസസ് ഒന്നും നമുക്ക് കവർ ആകത്തില്ല എന്ന രീതിയിൽ ഹല്ലേലൂയ നമുക്ക് ജോലിയുടെ കാര്യങ്ങളായ പോലും ഹല്ലേലൂയ വളരെയധികം ചോദ്യചിഹ്നങ്ങളായിരുന്നു ഞങ്ങളുടെ മുമ്പിലെല്ലാം ഉണ്ടായിരുന്നത്. എന്നാൽ ഹല്ലേലൂയ പടിപടിയായി ഹല്ലേലൂയ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഹല്ലേലൂയ ഇതുപോലെ ഹല്ലേലൂയ ഞങ്ങൾക്ക് മെഡിക്കെയറിൻ്റെ കാര്യങ്ങളായാലും വളരെ അത്ഭുതകരമായ ഒരു പൈസ പോലും എൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം എനിക്ക് 2 തവണ ഒരു പാർക്കിംഗ് ഫൈൻ അല്ലാതെ ഒരു പൈസ പോലും ഹല്ലേലൂയ മുടക്കാതെ കർത്താവ് ഞങ്ങൾക്ക് ഹല്ലേലൂയ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും വളരെ നല്ല പോലെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിച്ചു. അതുപോലെയല്ല ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിലായാലും ഹല്ലേലൂയ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യുമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവം എനിക്ക് എൻ്റെ
ജീവിതത്തിൽ വളരെ നല്ലൊരു ജോലി തന്നു. ഹല്ലേലൂയ. സാമ്പത്തികമായ മെച്ചമായ രീതിയിലായാൽ പോലും അത് വളരെ നല്ല രീതിയിൽ ദൈവം ഒരുക്കി. അതിനുവേണ്ടി കൊച്ചിനെ ഉണ്ടാകുമ്പോഴത്തേക്ക് അമൃത വർക്ക് ചെയ്യത്തില്ലായിരിക്കും. അതിനുവേണ്ടിയെല്ലാം ദൈവം മുന്നമേ തിമോത്തി വരുന്നതിന് മുമ്പേ എല്ലാം കരുതി ഞങ്ങൾക്കെല്ലാം തന്നു. ഹല്ലേലൂയ. അത് വളരെ ഒരു കരുതലാണ്. ഞങ്ങൾ പോലും ചിന്തിക്കുന്നത് ഉപരിയായി ഹല്ലേലൂയ വളരെ അധികമായി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അത് കരുതി. ഹല്ലേലൂയ. ആത്മീയമായ രീതിയിലായാൽ പോലും ഹല്ലേലൂയ ഞങ്ങൾക്ക് വളരെയധികമായി പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ അനേക നിമിഷങ്ങൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സഹായിച്ചു. അതിനെല്ലാം ഞാൻ ദൈവത്തിൻ്റെ ഞാൻ വളരെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതിനെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ വളരെയധികം നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളെല്ലാം ഹല്ലേലൂയ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരുക്കുന്ന എല്ലാ നന്മകൾക്കും എല്ലാം ദാനങ്ങൾക്കും ഹല്ലേലൂയ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ നന്ദിയോടെ ആയിരിക്കാൻ ദൈവസന്നിധിയിൽ അടികളെ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. തുടർന്ന് പ്രിയ ഷാരനും അതുപോലെ തന്നെ അമൃതയും കുഞ്ഞുമായിട്ട് ഈ മുമ്പിൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ ചെയറിലേക്ക് കടന്നു വന്നിരിക്കുകയും മാതാപിതാക്കൾ അവർക്ക് മുമ്പിൽ ചെയറുണ്ട്. പ്രിയ ബിന്ദു സിസ്റ്റർ അതുപോലെ സുഷ്മ സിസ്റ്റർ, നിങ്ങളും മുന്നോട്ട് കടന്നു വന്നിരിക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ let us continue sitting in the presence of the Lord with a lot of praise giving and prayerful attitude. Praise God. Hallelujah. യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകൾ ഓർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഓ നിന്ദാനം ഞാൻ ഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വളരെ പ്രാർത്ഥനയോട് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ വാത്സല്യ ഷാരനും അതുപോലെ തന്നെ പ്രിയ അമൃതയ്ക്കും ദൈവം അവരുടെ കുടുംബജീവിതത്തിൽ അനുഗ്രഹമായി, നന്മയായി, പ്രതിഫലമായി, അവകാശമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞു പൈതൽ, ആ പൈതലിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. We are here to dedicate the baby that has been gifted and rewarded to the family of Brother Sharon and Sister Amrita. As we have heard from his testimony, there were a lot of struggles they have gone through, but the Lord's hands were with them. Lord's presence they have experienced in every time that they have faced the problems. And God has given Sister Amrita a wonderful delivery, a blessed delivery. Although with a lot of pains and problems, God has given a good delivery and a beautiful child. ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സൗന്ദര്യമുള്ള ഒരു നല്ല കുഞ്ഞിനെ കർത്താവ് അവർക്ക് കൊടുക്കുവാനിടയായി തീർന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. So it is the parents' decision that they want to dedicate the child for the Lord. ദൈവത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ സമർപ്പിക്കണമെന്ന് നമ്മളെക്കാളൊക്കെ ഉപരിയായി ഇന്ന് പകലിൽ ചിന്തിച്ചതും ആഗ്രഹിച്ചതും ഹൃദയത്തിൽ താല്പര്യപ്പെട്ടതും ഈ മാതാപിതാക്കളാണ്. അവരുടെ ആ നല്ല താല്പര്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുന്നത്.
കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ ദാസിയും അതുപോലെ സിസ്റ്റർ ബിന്ദു, ഇവരൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ ആ കുഞ്ഞിനോടുള്ള താല്പര്യവും ആ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്തകളുമൊക്കെ ദൈവം അറിയുന്നു. കർത്താവ് ഇതിനെല്ലാം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആ കുഞ്ഞിനെ കാണുവാൻ നമുക്കിടയായി തീരും എന്ന് ഇന്ന് പോൽക്കാലം എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ചില സമയങ്ങൾ I would like to talk to the parents who have come here with a child for dedication, especially Brother Sharon and Amrita. In this service, the most important people are you both and the child. And we have to assign you some responsibilities today. Because when you became a family, you became husband and wife, you took over a great level of responsibilities. Before you were bachelors, you didn't have this kind of responsibilities before. Now you became, a year or so ago, you became the husband and wife. You got into a family life. You have got added responsibilities. You started learning things in the family life. That's all good. You are still going to learn a lot of things. But when you are given or gifted by God a new child, that is again adding more responsibility. ദൈവം ഒരു പൈതലിനെ തരുമ്പോൾ അവിടെ പിന്നെയും ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഭംഗിയായി നിറവേറ്റപ്പെടേണ്ടത് മാതാപിതാക്കളാണ് നിറവേറ്റേണ്ടത്. അയൽവക്കത്തുള്ളവർക്ക് നമ്മുടെ കുഞ്ഞിനെ പരിപാലിക്കാൻ കഴിയത്തില്ല, സഭയിലുള്ളവർക്ക് പറ്റത്തില്ല. ദൈവം നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ തന്നിരിക്കുമ്പോൾ നിങ്ങളെ രണ്ടുപേരെയും ആ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചിട്ടാണ് ദൈവ കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിച്ചത്. This is your child, but before you got this child, this is God's child. നിങ്ങൾക്ക് ലഭിക്കുന്നതിന് മുമ്പ് ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞായിരുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അതിനെ ദൈവഭക്തിയിൽ വളർത്തുവാൻ നിങ്ങൾ ഉത്തരവാദിത്വം എടുക്കും. ദൈവകൃപയിൽ ദൈവം ആ കുഞ്ഞിനെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി ഈ കുഞ്ഞെങ്ങനെ നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കണക്കുകൂട്ടലുകളുണ്ട്. നിങ്ങൾക്കറിയില്ല, പക്ഷെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. ആ വിധത്തിൽ ഈ കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളെ രണ്ടുപേരെയും മാത്രമാണ് സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, വേറെ ആരെയുമല്ല. So it is a higher level of responsibility that you have these days with the God-given child. Praise God. 1 Samuel chapter 1 verse 26 to 28. We read about Samuel the child and also Hannah the mother. Hannah the mother and the husband and the child went back to the temple of God. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കുഞ്ഞുമായിട്ട് മടങ്ങി ചെന്നിട്ട്, and she is saying a testimony to the priest in the temple of God. And that testimony is, she said to him, "Pardon me, my Lord, as surely as you live, I am that woman who stood here beside you praying to the Lord. I prayed for this child, and the Lord has granted me what I have asked for. So now," it's very important, "so now I give him to the Lord." ഇപ്പോൾ ഞാൻ അവനെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. For his whole life he will be given over to the Lord. And they worshipped the Lord there. അപ്പോൾ ഹന്നയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന ഒരു മകനെ ലഭിക്കുന്നതിന് മുമ്പ് എടുത്ത ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം ഇതാണ്: എനിക്ക് ഒരു പുരുഷ പ്രജയെ ദൈവം തന്നാൽ അവൻ്റെ ജീവകാലമൊക്കെയും അവൻ ദൈവത്തിന് നസീറായിരിക്കും, ദൈവത്തിന് വ്രതസ്ഥനായിരിക്കും എന്നുള്ള തീരുമാനം കുഞ്ഞിനെ കിട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദൈവത്തോടെടുത്തുള്ള തീരുമാനം മറന്നുപോയില്ല. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവമായിട്ടുള്ള ബന്ധം മറന്നുപോയില്ല.
കുഞ്ഞിനെ കിട്ടി, കുഞ്ഞിൻ്റെ ചിരികളി കണ്ടുകൊണ്ടിരിക്കുകയല്ല, ആ ചിരികളിയൊക്കെ കാണണം. കുഞ്ഞിനെ നമുക്ക് ഇഷ്ടമാണ്, വളരെ വാത്സല്യമാണ്. കുഞ്ഞിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ല, ദൈവത്തിൻ്റെ കാര്യവും മറന്ന്, ദൈവത്തോട് ചെയ്ത ഉടമ്പടിയും മറന്നിട്ട് കുഞ്ഞിൻ്റെ കളി കാണാൻ ഭയങ്കര സന്തോഷമാണ്, അത് കണ്ടുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയല്ല. അവൾ ദൈവമായിട്ട് എടുത്ത ഉടമ്പടി ഓർത്തു. കുഞ്ഞിനെ ദൈവം തരുമ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിന് മാറ്റമില്ല, ദൈവമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിക്ക് മാറ്റമില്ല. അവൾ ദൈവസന്നിധിയിൽ ചെയ്ത ഉടമ്പടി പ്രകാരം ആ പൈതലുമായിട്ട് ദൈവസ്ഥൽ കടന്നു വന്ന് ആ പുരോഹിതനോട് പറയുകയാണ്, ഈ ബാലനായിട്ടാണ് ഞാൻ ദൈവസ്ഥൽ പ്രാർത്ഥിച്ചത്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഇതാ ഞാൻ അവനെ മടക്കി ദൈവസ്ഥലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ദൈവത്തിന് വേണ്ടിയിട്ടുള്ളവനാണ്. Praise the Lord. So it is not the child dedicating today, it is the parents dedicating the child in the presence of the Lord. The child does not remember anything. He cannot remember this day. But it is you both are taking this decision and commitment in the presence of the Lord and dedicating your God-given child for the glory of God, to be fruitful for the kingdom of God. Praise the Lord. Hallelujah. So this is the time that we all should be prayerfully sitting here. One day this child will grow and he will dedicate himself. He will dedicate himself one day. How? When he knows that Jesus died for me. ഒരിക്കലും അവൻ മനസ്സിലാക്കും, വളർന്ന് വലുതാകുമ്പോൾ എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു, ആ യേശുവിനെ രക്ഷകനായി കർത്താവായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ എന്ത് ചെയ്തു? അവന് ഈ കുഞ്ഞു വളരുമ്പോൾ അവൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കും. അന്നാണ് ഈ കുഞ്ഞെന്ത് ചെയ്യുന്നത്? ദൈവത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നത്. ഇന്ന് മാതാപിതാക്കളും സഭയുമാണ് ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നത്? ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്. സോ ടുഡേ യു ഡെഡിക്കേറ്റ്, വി ഡെഡിക്കേറ്റ് ദ ചൈൽഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദ റെസ്പോൺസിബിലിറ്റി ഡസ് നോട്ട് എൻഡ് there. Your responsibility is going to start today. ഇന്ന് മുതൽ പിന്നെയും നിങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയാണ്. Praise the Lord. Deuteronomy, if you can take your Bible and go to Deuteronomy chapter 6 verse 6 to 7. It says, these commandments that I give you today are to be on your hearts. ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കണം. And then it says, impress them on your children. Talk about them when you sit at home and when you walk along the road and when you lie down and when you get up. നിങ്ങൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ച് കൊടുക്കണം. ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. ദൈവത്തിനെ കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നുണ്ടേ, കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നു കഴിയുന്നുണ്ടേ, ഹീ ലൈക്സ് ബെഡ് ടൈം സ്റ്റോറീസ് അല്ലേ, പറഞ്ഞു കൊടുക്കേണ്ടി വരും. ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്, ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാൻ ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു കൊടുത്തുകൊണ്ടേ അവരെക്കാട്ടി മുമ്പ് ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. ഒരു സ്റ്റോറി പോലും ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല ഇന്ന് വരെ. എനിക്ക് ഉറക്കം വരും, ഞാൻ 2-3 സെൻറ്റൻസ് കഴിയുമ്പോഴത്തേന് ഞാൻ ഉറങ്ങും. പിന്നെയും ക്രിസ്ത്യനോട് ചോദിക്കും, ഡാഡി ഈസ് ഇറ്റ് ഫിനിഷ്ഡ്? ദെൻ ഐ വേക്ക് അപ്പ് ഫ്രം മൈ സ്ലീപ്പ്. എന്നിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. അന്നേരം ക്രിസ്ത്യനോട് പറയും, ഐ നീഡ് അനദർ സ്റ്റോറി. സോ ദേ ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ബെഡ് ടൈം സ്റ്റോറീസ്. ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം യു ക്യാൻ ടോക്ക് ടു ഹിം അബൌട്ട് ജീസസ്. ആ സമയമാണ് നമുക്ക് അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും ആനയുടെയും കഥ പറയുന്നതിനെക്കാട്ടിലുപരി യേശുവിനേറ്റു പറയുവാൻ ദ പ്രഷ്യസ് ടൈം ദാറ്റ് യു ആർ ഗെറ്റിംഗ്, ദാറ്റ് ടൈം ദേ ആർ വിത്ത് യു. ആ സമയത്ത് അവരോട് കർത്താവിനെ കുറിച്ച് പറയും. നിങ്ങൾ പ്രാപിച്ച ദൈവകൃപയെ കുറിച്ച് പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സാക്ഷ്യങ്ങളെക്കുറിച്ച് പറയുക. കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും ഇറ്റ് വിൽ ഗോ ആൻഡ് ഡിപ്പോസിറ്റ് ഇൻ ദെയർ ഹാർട്ട് സംവെയർ.
പ്രൈസ് ദി ലോർഡ്. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ വി ഹാഡ് എ ഫാമിലി അറൗണ്ട് അസ്. ഉപ്പാപ്പൻ അപ്പുറത്ത് താമസിക്കുന്നു, കൊച്ചപ്പൻ ഇപ്പുറത്ത് താമസിക്കുന്നു, പിന്നെ എപ്പോഴും ആൾ വീട്ടിൽ വരുന്നു. നമ്മുടെ തന്നെ ഫാമിലി നമുക്ക് എന്തുമാത്രം നാട്ടിലുണ്ട്. ഇവരൊക്കെ കാണിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. So as a new parent, you don't know a lot of things how to do in your life with the child, but you learn from the community, you learn from the family back in India. But in Australia, you don't have a community. Yes, you have a community, but you are not going to learn any good things from the community here. You don't have any family here. The only one place the child and you can learn is the church of God. ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് മാത്രമേ ദൈവിക കാര്യങ്ങൾ നിങ്ങൾക്കും പൈതലിനും പഠിക്കുവാൻ കഴിയത്തുള്ളൂ. ഇവിടെ നിങ്ങളുടെ ആരുമില്ല, ചേട്ടനില്ല, അനിയനില്ല, ആങ്ങളയില്ല, പെങ്ങളില്ല, ആരും ഇവിടെ ഇല്ല, മാതാപിതാക്കൾ ആരുമില്ല. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ല. പക്ഷെങ്കിൽ ഒരു സഭ, ആ സഭയോട് ചേർന്ന് നിന്ന് ഈ കുഞ്ഞും ആ ഒരു സഭയുടെ അന്തരീക്ഷത്തിൽ വളർന്നു വരുമ്പോൾ അവിടെ നിന്ന് ദൈവകൃപയിൽ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് കൊടുത്തിരുന്ന ഒരു ഉപദേശമുണ്ട്. കടിഞ്ഞൂലായ ആൺ ഒക്കെയും യഹോവയ്ക്ക് വിശുദ്ധം. പഴയ നിയമത്തിലെ ഇസ്രായേൽ, all the Israel people, when they came as a family and God blesses them with a child, the firstborn would be consecrated to the Lord as a holy generation, as a holy child, because they are dedicating the child, they are committing to the Lord, consecrating and separating the child so that he will work for the kingdom of God. He will listen to the instructions of the Lord. He will listen and obey the laws of God and work for God whatever God is asking them to do. So Luke chapter 2 verse 23, we see that the mother and father of Jesus, they took the baby Jesus to Jerusalem. കൊച്ചു കുഞ്ഞായിരിക്കുന്ന യേശുവിനെയും കൊണ്ട് യേശു കർത്താവിൻ്റെ മാതാപിതാക്കൾ എവിടെ വന്നെന്നറിയാമോ? യെരുശലേമിൽ. ഈ ആചാരപ്രകാരം, പഴയ നിയമത്തിൻ്റെ ആചാരപ്രകാരം, കടിഞ്ഞൂലായിരിക്കുന്ന ആണൊക്കെയും യഹോവയ്ക്ക് വിശുദ്ധമാണ് എന്നുള്ള പ്രമാണത്തെ അനുസരിച്ചുകൊണ്ട് യോസഫും മറിയയും കുഞ്ഞ് പൈതൽ യേശുവുമായിട്ട് യെരുശലേം ദേവാലയത്തിൽ കടന്നു വന്നതും അവിടെ യാഗം കഴിച്ചതും സമർപ്പിച്ചതുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. You can expect the child, your child, all the parents listen. You can expect your child to become a doctor. There is nothing wrong with it. You can expect your child to become an engineer or a scientist. എന്തെല്ലാം ഇവിടെ ഏറ്റവും നല്ല ജോലികളുണ്ടോ അതൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതിന് ഇവിടെ യാതൊരു ചിലവുമില്ല. പക്ഷേ it is no guarantee that they are going to become a doctor. It is no guarantee that they will become an engineer. It is no guarantee because it's not in your hands. Praise God. There are so many things around it. Not only you, but they have to study. They have to input a lot of things. Then only they can probably become an engineer, probably become a doctor. മനസ്സിലായോ? പക്ഷെ ദൈവവചനം ഒരു ഗ്യാരണ്ടി തരുന്നുണ്ട്. ഈ ലോകത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആകണം അങ്ങനെ ആകണം എന്നൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ അതിന് ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ ആയെന്നിരിക്കാം, ചിലപ്പോൾ ഡോക്ടർ ആയെന്നിരിക്കാം, വിച്ച് ഈസ് ഗുഡ്. ചിലപ്പോൾ എഞ്ചിനീയർ ആയെന്നിരിക്കാം, വിച്ച് ഈസ് ഗുഡ്. പക്ഷെങ്കിൽ ദൈവവചനം ഗ്യാരണ്ടി തരുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വായിച്ചേ. പ്രോവെർബ്സ് ചാപ്റ്റർ 22 വേഴ്സ് 6. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. ഗ്യാരണ്ടിയാണ്. Guaranteed. When you think it is guaranteed that your child will become an engineer or doctor, there is no guarantee. But the word of God gives you a guarantee. Train up a child. Train up a child
in the way he should go, and when he is old, he will not depart from it. അവൻ വൃദ്ധനായാലും എന്ത് ചെയ്യത്തില്ല, അത് വിട്ടുമാറത്തില്ല. ദൈവവചനം തരുന്ന ഗ്യാരണ്ടി. ഈ ലോകത്തിൽ ഒന്നിനും ഗ്യാരണ്ടിയില്ല. പക്ഷെങ്കിൽ ദൈവവചനം തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്, വൃദ്ധനായാലും. പക്ഷേ എന്ത് ചെയ്യണം? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ നടക്കേണ്ടുന്ന വഴിയിൽ നടത്താൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിൽ നടത്തും. അത് പ്രശ്നങ്ങളുണ്ടാക്കും. ബാലൻ നടത്തുന്ന വഴിയിൽ അവനെ നടത്തുമെന്നല്ല പറഞ്ഞു. നടക്കേണ്ടുന്ന ഒരു വഴിയുണ്ട്, അത് തിരുവചനത്തിലുണ്ട്. ആ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും എന്ത് ചെയ്തിട്ടില്ല, അത് വിട്ടുമാറുകയില്ല. എഫേസ്യലേഖനം 6:4, Ephesians chapter 6 verse 4 says, "Fathers, do not provoke your children to wrath, instead bring them up in the training and instructions of God. Nurture them in the chastening and admonition of the Lord." മലയാളത്തിൽ ഇങ്ങനെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും വളർത്തുവാനാണ് ദൈവം തന്നെ. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പറയുന്ന, നിങ്ങളെ ഇന്ന് പോൽക്കാലം സഭ അസൈൻ ചെയ്യുന്ന ചില ഉത്തരവാദിത്തങ്ങളാണ്. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഇന്നിത് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. ഒരിക്കലൊരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മറ്റുള്ളവരെ പ്രശംസിക്കുന്നവരാണെങ്കിൽ your child is going to listen to that, and the child will also become a child. He will appreciate others. നിങ്ങളുടെ വീട്ടിൽ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവരാണെങ്കിൽ your child will grow in a way he will judge others and condemn others. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പരസ്പരം മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്നവരാണെങ്കിൽ, സ്നേഹിക്കുന്നവരാണെങ്കിൽ, നിങ്ങളുടെ തലമുറ വളർന്നു വരുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ പഠിക്കുന്നവരായിട്ടാണ്. ഇതൊന്നും എഴുതി കൊടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല, അവർ നമ്മളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ഈ പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കുഞ്ഞുങ്ങളെ തുമ്മാൻ പോലും സമ്മതിക്കുകയില്ല. തുമ്മിക്കഴിഞ്ഞാൽ google.com എടുക്കുക. എന്തിനാണ് തുമ്മി? എന്താണ് മരുന്ന് കൊടുക്കേണ്ടത്? ഗൂഗിളാണ് ഇതിനകത്തെല്ലാം ആൻസർ. We have answer in the Google which dress we should buy. On the 4th month, what food we should give. എല്ലാം ഗൂഗിളാണ്. തുമ്മിക്കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കറിയണം എന്തിന് തുമ്മി. ഇപ്പം തുമ്മാൻ, സെപ്റ്റംബർ 3-ാം തീയതി തുമ്മാൻ കാരണം എന്താണ്? ചൂടുമില്ല, തണുപ്പുമില്ലല്ലോ. അപ്പോൾ തുമ്മിയാൽ എന്ത് ചെയ്യണം? എവറിത്തിങ് ഈസ് ഇൻ ദ ഗൂഗിൾ. But turn to the word of God. Sit down in the presence of the Lord. Pray to the Lord and give your child to the Lord every day. You are dedicating the child today in the presence of the Lord, but that is not the end of the story. Every day in prayer, you give your child into the hands of God. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എല്ലാ ദിവസവും കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരണം. We as a parents, we are all concerned about our children. അല്ലേ? നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒത്തിരി കൺസേണാണ്. ഇപ്പം ഈ കുഞ്ഞിനെക്കുറിച്ച് കുറച്ച് കൺസേണേ ഉള്ളൂ. കുറച്ചുകൂടെ വളരുന്നുണ്ടേ പിന്നെയും കൺസേണാണ്. അവൻ മെമ്മറി വേർഡ്സ് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര കൺസേണാണ്. പിന്നെ സ്കൂളിൽ പോയി അവൻ ABCD എഴുതാൻ ശരിക്കും അറിയത്തില്ല. മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് എഴുതുന്നുണ്ട്. എന്നാ കൺസേൺ ആയിരിക്കും നമുക്കല്ലേ? സംസാരിക്കാൻ ഇച്ചിരി താമസിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര കൺസേണാണ്. പിന്നെ സ്പീച്ച് തെറാപ്പി, മറ്റുള്ള തെറാപ്പി, എന്തെല്ലാം കാര്യങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ധരിക്കണമെന്നുള്ളതിനെക്കുറിച്ചും ഇന്ന് രാവിലെ ഈ കുഞ്ഞിനെ എന്ത് ഇടണമെന്ന് ഒരാഴ്ച കൊണ്ട് ചിന്തിച്ചതാ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ ചുമ്മാ അല്ലേ നേരത്തെ ചിന്തിച്ചാലോചിച്ച് കൊണ്ടുവന്നിരിക്കുക. എന്നാ കൺസേൺ എന്നറിയാം. പക്ഷേ അവർ സംസാരിക്കാൻ പഠിക്കുമ്പോൾ, അപ്പ അമ്മ എന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോൾ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്നൊരു കൺസേൺ നമുക്കുണ്ടോ? സഭയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടവരാണെങ്കിൽ ഇവിടെ ഒരു ദൈവസഭയിൽ നമ്മൾ പോകണം, നമ്മൾ ദൈവത്തെ ആരാധിക്കണമെന്ന് നിങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കൺസേൺ ഉണ്ടോ? ഞാൻ ഇവരോട് മാത്രമല്ല,
എന്നോട് ഉൾപ്പെടെ എല്ലാവരോടും ചോദിക്കുകയാണ്, എല്ലാ മാതാപിതാക്കളോടും ചോദിക്കുകയാണ്. അവർ പ്രാർത്ഥിക്കണം, അവർ നമ്മളെക്കാൾ ആത്മീയ ആരോഗ്യമുള്ളവരായി വളരണം എന്നുള്ള കൺസേൺ നമുക്കുണ്ടോ? തുമ്മിയാൽ കൺസേൺ ഉണ്ടല്ലോ, പഠിത്തത്തിൽ കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ കൺസേൺ ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങൾക്കും കൺസേൺ ഉണ്ടല്ലോ. പക്ഷെങ്കിൽ അവരുടെ ആത്മീയ ജീവിതത്തെപ്പറ്റി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കും, നല്ല ബുദ്ധി കൊടുക്കണമേ, അറിവ് കൊടുക്കണമേ, സൗന്ദര്യം കൊടുക്കണമേ, ബാലാരിഷ്ടകളിൽ നിന്നെല്ലാം വിടുവിക്കണമേ. അടുത്ത വാചകം എന്തായിരിക്കും? ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കുമോ? ദൈവകൃപയിൽ അവൻ വളർന്നു വരണം, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവനായി വളരണം, എന്നെക്കാൾ ഉപരി കർത്താവിനെ എടുത്ത് ഉപയോഗിക്കണം. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന മാതാപിതാക്കൾ ഇന്നു മുതൽ അങ്ങനെ കൂടെ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ യേശു കർത്താവിൻ്റെ അടുക്കൽ once many people came to the Lord with a question, who would be the greatest in the kingdom of God? And Jesus took a child from them and then said, this child is the greatest in the kingdom of God. ദൈവരാജ്യത്തിന് ഈ കുഞ്ഞിനാണ് ഏറ്റവും പ്രാധാന്യം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയില്ല. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ അവനെ ഉപദേശിക്കുന്നതും ഒക്കെ എന്താണ്? എന്നെപ്പോലെ ആകണമെന്നാണ്. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? എന്നെപ്പോലെ എൻ്റെ കൊച്ച് ആകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവദിനം പറയുന്നതല്ല, നമ്മൾ അവരെ പോലെ ആകണമെന്നാണ് പറയുന്നത്. നിങ്ങൾ തിരിഞ്ഞ് എന്നെപ്പോലെ എൻ്റെ കുഞ്ഞാകണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പലപ്പോഴും ഉടായിപ്പല്ലേ. ഞാൻ എത്ര കള്ളം പറയാറുണ്ട് ഇല്ലേ? എൻ്റെ എല്ലാ കാര്യങ്ങളും 100% ഓക്കെയാണോ? പിന്നെ ഞാനിത് പ്രാർത്ഥിക്കുക, എന്നെപ്പോലെ എൻ്റെ കുഞ്ഞാകണമെന്ന്. അങ്ങനെ പ്രാർത്ഥിക്കരുത്. അവൻ യേശുവിനെ പോലെ ആകണം എന്ന് പറഞ്ഞേ, എൻ്റെ കുഞ്ഞ് യേശുവിനെ പോലെയാകണം. പ്രൈസ് ഗോഡ്. അതാണ് വേണ്ടത്. അവൻ യേശുവിനെ പോലെയാകട്ടെ. യേശുവിൻ്റെ അടുക്കൽ കുറച്ച് അമ്മമാർ വന്നു വിത്ത് ചിൽഡ്രൻ ഫോർ ജീസസ് ടു ബ്ലസ് ദം. And there were disciples sitting outside and they stopped them. Don't come. എന്ത് ചെയ്ത് വരരുത് അല്ലേ? ഇപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്നപ്പം ഈ ചോറ് കഴിക്കാത്തതിനും കുളിക്കാത്തതിനും ഒക്കെ അമ്മയൊക്കെ പറയുന്ന ഒരു വെരുട്ട് നാടകമുണ്ട്. എന്താ വെരുട്ട പറയുന്നറിയാം? പിള്ളേരെ പിടുത്തക്കാർ സഞ്ചി ചാക്ക് കൊണ്ട്, കേട്ടില്ല? നിങ്ങളാരും കേട്ടില്ലയോ? പിള്ളേരെ പിടുത്തക്കാർ ചാക്ക് കൊണ്ട് വരുന്നുണ്ടെന്ന് ഇത് പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പിള്ളേരെ പിടുത്തക്കാർ എവിടെ ഉണ്ടെന്ന് അറിയാമോ? പ്രൈമറി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിപ്പുണ്ട്. ഇൻ്റർവെല്ലിൻ്റെ സമയത്തും 4 മണിക്ക് ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ മറ്റേ സാധനം കൊടുക്കാൻ. അവരാണ് ഏറ്റവും വലിയ പിള്ളേരെ പിടുത്തക്കാർ. ഇന്ന് നമ്മുടെ ഗൂഗിൾ തുറന്നു കഴിഞ്ഞാൽ പിള്ളേരെ പിടിക്കാൻ ഇഷ്ടംപോലെ സംഭവം അതിനകത്ത് കിടക്കുകയല്ലേ. പിള്ളേർ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാധനം പിള്ളേരെ പിടുത്തക്കാർ അതിനകത്ത് കിടക്കുക. ഗൂഗിളിൽ അവരുടെ ഫോണിനകത്ത് ഇഷ്ടംപോലെ പിള്ളേരെ പിടുത്തക്കാർ കിടക്കുക. ഏത് മനുഷ്യന് വേണം, ഏത് വ്യക്തിക്ക് വേണമെങ്കിലും പിടിച്ചുകൊണ്ടൊക്കെ പോകാം. ഏത് സ്വഭാവത്തിന് വേണമെങ്കിലും അവരെ പിടിച്ചുകൊണ്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുറച്ച് പേര് യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന കുഞ്ഞുങ്ങളെയും മാതാക്കളെയും തടഞ്ഞു. ഗുരു ഇപ്പോൾ ബിസിയാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവരോട് പറഞ്ഞു, അവരെ എന്ത് ചെയ്യരുത്? തടയരുത്. അപ്പോൾ ഒരു കുഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന കാര്യം ഭയങ്കര പാടാണ്. കൂടെയുള്ളവരും അയലോക്കക്കാരും ഗൂഗിളും എല്ലാം തടയും. സമയമില്ല. വിദ്യാഭ്യാസവും എക്സാമും അസൈൻമെൻറ്റും എല്ലാം ഈ കുഞ്ഞിനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് പോകുന്നതിന്, യേശുവിൻ്റെ അടുക്കൽ പോകുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശു പറയുന്നു, തടയരുത്. ഒന്നും നമ്മുടെ കുഞ്ഞിനെ തടയാനിടയാകരുത്. യേശുവിനോട് അടുത്തുന്നില്ല. യേശുവിൻ്റെ അടുക്കൽ വരുന്നതിന് ഒരു കുഞ്ഞുങ്ങളെയും ഒന്നിനെയും തടയുവാൻ അനുവദിക്കരുത്. യേശു പറയുന്നു, അതിനെ തടയരുത്. ഈ കുഞ്ഞിനെ ഒന്നും തടയാൻ ഷാരൻ എൻ്റെ അമൃത നിങ്ങൾ അനുവദിക്കരുത് യേശുവിനോട് അടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുവിൻ്റെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ പൈതലാണ്. ദൈവത്തിൻ്റെ പൈതലിനെ ദൈവഹിതപ്രകാരമാണ് വളർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് ടു റേസ് മണി, ബിൽഡ് എ ഹൗസ്, ബൈ എ ന്യൂ കാർ. All this is good responsibility. But the greater responsibility that God is assigning you with this child
that you will raise this child in God's grace according to the word of God. ദൈവവചനപ്രകാരം ഇതിനെ വളർത്തിയെടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് ഈ കുഞ്ഞുമായി കടന്നു വന്നിരിക്കുമ്പോൾ let me ask you few questions, parents Sharon and Amrita. This child, a beautiful child, a very good child that God has gifted you, and as I said, He has entrusted to you to raise for God's glory. Are you committing today in this congregation that you will raise this child, training him in God's ways? Thank you. Do you understand that this child is a precious gift of God, and God has given to you with the expectation that he will be fruitful in the kingdom of God? Thank you. Are you committing yourselves today that you will have family prayer, family worship time, also Bible reading, and you both will live before this child as a Christian example? Thank you. Can I ask you to stand up in the presence of the Lord? ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Can we all stand up in the presence of the Lord as we pray and dedicate this child for the kingdom of God? ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ സമർപ്പിക്കുവാനുള്ള സമയമാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നാട്ടെ. ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി, ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി, കൃപയ്ക്കായി വന്ദനം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരു ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൾക്കരുള ഭദ്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാ. ഭദ്രതയേതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമാവും. യേശുപരാ നിനക്കെന്നും വന്ദനം. യേശുപരാ വന്ദനം. യേശുപരാ നിനക്കെന്നും വന്ദനം. യേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടി അതിരുനാമത്തിനായി. വന്ദനം ചെയ്യുന്നു നിന്നടി സർവ്വസൃഷ്ടികളുടെയും ആരംഭമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുത്തെ അവകാശമായും പ്രതിഫലമായും നൽകിയിരിക്കുന്ന ഈ കുഞ്ഞു പൈതലുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനു വേണ്ടി ഈ കുഞ്ഞിനെ സമർപ്പിക്കുവാൻ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ, പ്രിയ ഷാരൻ, പ്രിയ അമൃതർക്ക് കർത്താവരുടെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തലമുറയെ നൽകി കൊടുത്തതിനായി ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശം ഉദരഫലം അവൻ നൽകുന്ന പ്രതിഫലമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ അവിടുന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് അവകാശമായും കർത്താവെ അവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായും ദൈവം നൽകിയിരിക്കുന്ന ഈ തലമുറയെ പത്യോപദേശത്തിൽ വളർത്തുവാൻ
ദൈവകൃപയിൽ വളർത്തുവാൻ ഈ മാതാപിതാക്കളെ താവേ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ താവേ വേരൂന്നിക്കൊണ്ട് കർത്താവിന്റെ കൃപയിൽ മറിഞ്ഞിരുന്നു കൊണ്ട് ഈ കുഞ്ഞിനെ വളർത്തുവാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഇവർക്ക് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഈ കുഞ്ഞു പൈതലിനെ അവിടുത്തെ കരങ്ങളിലേക്ക്, ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഈ പൈതലിനെ ദൈവം കണ്ടിരുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട വിടുതലിലൂടെ ഈ കുഞ്ഞിനെ എന്തിനു കുഞ്ഞുങ്ങൾക്ക് ദാനമായി കൊടുത്തുവല്ലോ കർത്താവേ. അവന്റെ ഓരോ വളർച്ചയുടെ ഓരോ ദിവസങ്ങളിലും ഇത്രത്തോളം ദൈവം സഹായിച്ചുവല്ലോ കർത്താവേ. ബാലാർഷ രോഗങ്ങളിൽ നിന്നുള്ള കർത്താവ് വിടുവിച്ചുവല്ലോ കർത്താവേ. അതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ കുഞ്ഞു വളർന്നു വരട്ടെ കർത്താവേ. ഹല്ലേലൂയ. ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞു വളർന്നു വരട്ടെ. ദൈവത്തിന് പ്രയോജനമുള്ളവനായി, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള കുഞ്ഞായി ഈ കുഞ്ഞു വളർന്നു വരേണ്ടതിന് ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ സഭയായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല ബാലാർഷണം വിടുവിക്കണമേ. ബുദ്ധിയും ജ്ഞാനവും അറിവും ദൈവകൃപയും അഭിഷേകവും ഉള്ള കുഞ്ഞായി വളർന്നു വരുവാൻ ഇടയാക്കി തീർക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രിയാമൃതയ്ക്ക് കർത്താവ് കൊടുത്ത വിടുതലിനായി സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഹല്ലേലൂയ. തിമോത്തി, ഷാരോൺ, ഡാനിയേൽ എന്ന കുഞ്ഞിനെ ഞങ്ങൾ സഭയായി ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് ആ നാമകരണത്തിൽ ഈ കുഞ്ഞറിയപ്പെടുകയും ഹല്ലേലൂയ ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാൻ ഈ കുഞ്ഞിനെ ഇടയാക്കി തീർക്കുകയും ചെയ്യേണ്ടതിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഷാരോൺ, അമൃത ദമ്പതികൾക്ക് തിമോത്തി, ഷാരോൺ, ഡാനിയേൽ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഈ കുഞ്ഞിനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് ദൈവ കൃപയിൽ വളർത്തിയെടുക്കുവാൻ, പത്യോപദേശത്തിൽ വളർത്തിയെടുക്കുവാൻ നിങ്ങളുടെ കൈകളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. എല്ലാവരും ഒരിക്കൽ കൂടെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചൻ പുത്രനെ തന്നുരേ ശിച്ചു നീ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഈ ശുശ്രൂഷകൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രിയ ഷാരൻ്റെയും അമൃതയുടെയും
ക്ഷണം സ്വീകരിച്ച് ഈ ആലയത്തിൽ ഈ ഡെഡിക്കേഷൻ സർവീസിന് വേണ്ടി കടന്നു വന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആസ് എ ചർച്ച് വി താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് accepting the invitation of dear Sharon and Amrita. May God bless you. Let us now pray. Pastor Thomas Daniel will pray. Lord, സ്തോത്രം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാൻ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നാഥാ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ സമർപ്പിക്കുവാൻ അങ്ങയുടെ തിരുമുഖം നോക്കിയായിരിക്കാൻ ഞങ്ങളെയൊക്കെ സഹായിച്ചതിനായി സ്തോത്രം. നീ പിഞ്ചുപായതിൻ്റെതായ ഡെഡിക്കേഷൻ സംബന്ധമായ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ അങ്ങയുടെ തിരു സാന്നിധ്യം കൂടെ ഇരുന്ന് അനുകരമായ നിലയിൽ നിറപടിയായി നിവർത്തിക്കുവാൻ അങ്ങയുടെ കർത്തദാസനെ അവിടുന്ന് ബലപ്പെടുത്തി ദൈവകൃപയാൽ മാതാപിതാക്കൾക്കും പിതാവിനും കർത്താവെ അനുഗ്രഹമായ നിലയിലായി തീരുവാൻ ദൈവാത്മാവ് കൂടെ ഇരുന്ന് സഹായിക്കണമേ. ആ പിഞ്ചപൈതന്റെ ജീവിതത്തിൽ ദൈവകൃപ കൂടെ ഇരിക്കണം. അങ്ങയുടെ ഭക്തിയോപദേശത്തിൽ വളരുവാറാക്കണം. ദൈവാത്മാവിന്റെ വലിയ പ്രവൃത്തി, തിരു സാന്നിധ്യം എല്ലായ്പ്പോഴും കൂടെ ഇന്ന് കർത്താവിന്റെ കൃപയിൽ വളരുവാൻ, പരിശുദ്ധാത്മാവിന്റെ നിറവിലും മറവിലും ആത്മനിറവിലും ഒക്കെയുമായി വളരുവാൻ കർത്താവെ സ്നേഹിക്കുന്നവനും കർത്താവിനെ അനുസരിക്കുന്നവനും ദൈവഭയം ഭക്തിയും തന്റെ ഉള്ളിൽ പകർന്നു കൊടുത്ത് ദൈവം സഹായിച്ചാട്ട് കടന്നു വന്ന എല്ലാവരും ദൈവമക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏവരും കർത്താവ് ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ അവിടുന്ന് കൃപ കൊടുത്തതിനായി സ്തോത്രം. ഇപ്പോൾ അടിയങ്ങൾ പിരിയുന്നുവെങ്കിലും അങ്ങ് പിരിയാത്തവനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അടിയങ്ങൾക്ക് മധ്യേ കൂടെ ഇരിക്കണമേ. കൂട്ടായ്മകളൊക്കെ സംബന്ധിച്ചും എല്ലാ കൃപയാലും നിറച്ചാട്ട് മഹത്വമുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിലും മറവിലും കൃപയിലുമായിരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചാട്ട് മാനവ മഹത്വം അവിടുന്ന് എടുത്താട്ട് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹത്തോടെ മുന്നോട്ട് നയിച്ചതിനായി സ്തോത്രം. യേശു കർത്താവിൻ തുല്യനാമത്തിൽ തന്നെ ആമീൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ യഹോവയെ മനസ്സലിവുടയ മഹോന്നത പാരനെ വന്ദനം നിനക്കാമീൻ. മനസ്സലിവുടയ മഹോന്നത പാരനെ വന്ദനം നിനക്കാമീൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും കരുണയും നമ്മെ ആശ്വസിപ്പിച്ചുവിടെ നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും സമാധാനവും ആശ്വാസവും കടന്നു വന്ന ജനത്തോടുകൂടെയും കർത്താവ് സ്വതന്ത്ര ഡെഡിക്കേഷൻ ചെയ്ത ദൈവ പൈതലിന്റെയും തന്നെ മാതാപിതാക്കളുടെ മേലും അവിടുത്തെ കൃപയും ദൈവസഭയോടുകൂടിയും എല്ലാ ഭൂലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടുകൂടെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തോടെ പിരിയും. പ്രൈസ് ദി ലോർഡ്.